പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനൻ കർത്താവ് ഒരുക്കിയ എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 24-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അതെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്ന് ഈ പ്രാരംഭ സെക്കൻഡിൽ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് എൻ്റെ പ്രിയമുള്ളവരെ നോക്കി, പ്രാർത്ഥിക്കുന്നവരെ നോക്കി, പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ നോക്കി ഞാൻ കൈമാറുന്നു. ചില വിഷയങ്ങൾ അങ്ങേ ഒതുക്കി നിർത്തുന്നതും, ചില പ്രതിസന്ധികൾ, ചില രോഗങ്ങൾ, ചില ദുഃഖങ്ങൾ അങ്ങേ പിടിച്ചു നിർത്തുന്നതിനും ഒരു പരിധിയുണ്ട്. സ്തോത്രം. അതിനപ്പുറം ദൈവത്തിൻ്റെ കരം താങ്കൾക്ക് വേണ്ടി ചലിപ്പിച്ച് ദൈവം വലിയവ പ്രവർത്തിക്കുവാനിടയെ തീരും. ഇവിടെ സ്തോത്രം തൊട്ട് മുൻപിലത്തെ വേദഭാഗം 23-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: നസറയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ടു. അപ്പം ദൈവം പുത്രനായ യേശുവിനെ ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമുക്ക് മുൻപായി മഹാപുരോഹിതനായ നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഏൽക്കപ്പെട്ട പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനേകമാണ്. അതിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് പിതാവായ ദൈവം നസറയനായ യേശുവിനെ എങ്ങനെയാണ് വായിക്കുന്നത്? തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും. അപ്പം ദൈവം അറിയാതെയല്ല പുത്രനെ ക്രൂശിക്കാൻ വിടുന്നത്. പ്രിയരെ, ഒരു വലിയ ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് ഈ സമയത്ത് വെളിപ്പെടുന്നത് എന്താണെന്നറിയാമോ? ദൈവം അറിഞ്ഞിട്ട താങ്കൾക്ക് പ്രതിസന്ധി വന്നത്. ദൈവം അറിഞ്ഞിട്ട ദൈവത്തിൻ്റെ മുന്നറിവിനാലാണ് ആ പ്രതികൂലം താങ്കൾക്ക് നേരെ വന്നത്. ആ പ്രതിസന്ധി താങ്കൾക്ക് നേരെ വന്നത് എന്തേന്ന് ചോദിച്ചില്ലേ? അതിന് ദൈവത്തിൻ്റെ വചനം ഇന്ന് ഈ ശക്തമായി ഇടപെടുന്ന ഭാഗമൊന്നുമല്ല. ഇതാണ്: സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആശ്വസിക്കാനുള്ള ദൈവവചന ഭാഗമാണ്, പ്രവചന ശബ്ദമാണ്. കർത്താവിന് ആമേൻ പറഞ്ഞു തുടങ്ങണം. അതിനൊരു പരിധിയുണ്ട്. ദൈവം മുന്നറിവിനാൽ ഏൽപ്പിച്ച വിഷയങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അതിനപ്പുറം കരം തരാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത പദം പറയുന്നു: നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ചു കൊന്നു. അപ്പം ദൈവം മുന്നറിവിനാൽ ഏൽപ്പിച്ച വിഷയം അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നാം ചോദിച്ച ചില ചോദ്യങ്ങളുടെ മറുപടി പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയത്ത് കൈമാറുന്നു. അതിപ്രകാരമാണ്: ചില രോഗങ്ങൾ വന്നിട്ട്, ചില പ്രതിസന്ധികൾ വന്നിട്ട് അതിലടിഞ്ഞു പോകുമെന്നും അതിൽ തീർന്നു പോകുമെന്നും അതിലങ്ങ് അവസാനിക്കുമെന്നും വിധി എഴുതിയ ചില വിഷയങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു, ദൈവത്തിൻ്റെ മുന്നറിവിനാലുള്ളതാണത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ടാണ് നാം വായിച്ച വേദഭാഗം വായിക്കുന്നത്: ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതെ, ഇതുവരെ ചുറ്റി വരിഞ്ഞ് ഒതുക്കി നിർത്തിയ ചില മരണപാശങ്ങളെ, ചില രോഗാത്മാക്കളെ, ചില കടക്കെണികളെ, ചില ഒറ്റപ്പെടലുകളെ, അനാഥരാക്കി കളയുമെന്ന് ചിലന്ന് പറഞ്ഞ വെല്ലുവിളികളെ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, അതിനെ അഴിച്ചു കളയുന്ന, അതിനെ എടുത്തു മാറ്റുന്ന ദൈവത്തിൻ്റെ വൻകരങ്ങൾ ചലിപ്പിക്കുവാനിടയായിത്തീരും. വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് കർത്താവിന് എത്ര പേർക്ക് മഹത്വം കൊടുക്കാൻ കഴിയും? അതേ പ്രിയരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി സ്തോത്രം അതിന്ന് പകൽ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ
മേൽ ആ ദൈവശക്തി വ്യാപരിക്കുന്നത് തിരിച്ചറിയുന്നവർ കർത്താവിന് ആരാധനയും മഹത്വവും കൊടുക്കണം. എന്താ പറയുന്നത്? ആമേൻ. ദൈവത്തിന്റെ മുന്നറിവിനാൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ചില വേദനകൾക്കകത്ത് ഏൽപ്പിച്ചു വിട്ടതുണ്ട്. ദൈവം ഏൽപ്പിച്ചു കൊടുത്തതാണ്. ആമേൻ. പറഞ്ഞു തുടങ്ങിക്കോ. എന്താണ്? ദൈവത്തിന്റെ മുന്നറിവിനാൽ ഏൽപ്പിച്ചതാണ്. ദൈവം അറിയാതെയല്ല എൻ്റെ ജീവിതത്തിൽ ആ വിഷയങ്ങൾ വന്നത്. ദൈവം അറിയാതെയല്ല ആ പരീക്ഷണങ്ങൾ, ആ പരിശോധനകൾ എൻ്റെ ജീവിതത്തിൽ വന്നത്. മറിച്ച് ദൈവത്തിന്റെ മുന്നറിവിനാലാണ്. എന്നിട്ട് പറയുക, മുന്നറിവിനാലുള്ള കാര്യങ്ങൾ വേദനാജനകമായിരുന്നെങ്കിലും അടുത്ത ഭാഗം പറയുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നും ആ പ്രതിസന്ധിക്കകത്ത് കിടക്കാനും എന്നും ആ പ്രതികൂലത്തിൽ തുടരാനും അനുവദിക്കാത്ത ദൈവത്തിന്റെ മഹത്വമുള്ള കരം ചലിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എന്നോട് ചേർന്ന് കർത്താവിന് എത്ര പേർക്ക് മഹത്വം കൊടുക്കാൻ കഴിയും? അതേ, ചില മരണപാശങ്ങളെ അഴിക്കുന്ന, ചില രോഗബന്ധനങ്ങളെ അഴിച്ചു കളയുന്ന, ചില ആമ്യസ്തോത്രം ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് വിധി എഴുതിയ ചില വിഷയങ്ങളെ അഴിച്ചു കളഞ്ഞിട്ട് ദൈവിക വിടുതൽ പകരുന്ന അസാധാരണ സമയമാണെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ലൈഫിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ ആമേൻ പറയാൻ തയ്യാറുള്ളവരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വായിക്കുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ചില ഉയർത്തെഴുന്നേൽപ്പുകൾ നടക്കാൻ പോകുക പ്രിയരെ. ആമേൻ. വിശ്വാസത്തോടെ പറ, ആ വിഷയത്തെ എടുത്തു വെച്ച് ആമേൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുകളിലോട്ട് എടുത്തു വെച്ചിട്ട് അങ്ങേ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന, അങ്ങേ കരയിപ്പിച്ചു കൊണ്ടിരുന്ന, അങ്ങേ വേദനപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ വിഷയത്തെ എടുത്തു വെച്ചിട്ട് പറ, ആമേൻ സ്തോത്രം, ഈ വിഷയത്തിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കാൻ പോകുക. ഈ വിഷയത്തിൽ നിന്ന് ആമേൻ സ്തോത്രം ഞാൻ ചാർജായി എഴുന്നേൽക്കാൻ പോകുക. ഈ വിഷയത്തിൽ ഇനിയും കുടുങ്ങിക്കിടക്കാൻ, ഈ വിഷയത്തിൽ ഇനി വേദന അനുഭവിക്കാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ടെന്ന് പറ. കർത്താവിന് സ്തോത്രം. അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത്, മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, മുന്നറിവിനാൽ സംഭവിച്ചതാണിത്. അടുത്ത പദം പറയുന്നു, മരണപാശങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവം. എന്നിട്ട് പറയുക, മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. പല രോഗങ്ങളും ശരീരത്തെ നോക്കി, ശരീരത്തിൽ വന്ന ചില രോഗങ്ങൾ പറഞ്ഞു, ഈ രോഗം കൊണ്ട് നീ ഒതുങ്ങുക, ഈ രോഗം കൊണ്ട് നീ അവസാനിക്കുക, ഇതും കൊണ്ട് നിന്റെ സകല പ്ലാനുകളും തകിടം മറിയാൻ പോകുക. ചില പ്രതിസന്ധികൾ, ചില കടക്കണികൾ, ചില ദുരിതപൂർണമായ ചില വിഷയങ്ങൾ കൊണ്ടിട്ടിട്ട് പറയുക, ഇവിടെ അവസാനിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ദൈവവചനം ഇന്ന് ആത്യന്തികമായി ശക്തമായി ഇടപെടുന്നു. മരണം പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നെന്ന് എന്ന് പറഞ്ഞാൽ താങ്കളെ പിടിച്ചു വെക്കാൻ ഇനി ഒരു ശക്തിക്കും, താങ്കളെ ഒതുക്കി നിർത്താൻ ഇനി ഒരു ശക്തിക്കും കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ മഹത്വമുള്ള കരം താങ്കളുടെ കുടുംബത്തിനകത്ത് നീറിപ്പൊകഞ്ഞ് കരയുന്ന വിഷയത്തിനകത്ത് ചലിപ്പിക്കുമെന്ന് കർത്താവിന് സ്തോത്രം. ആരോ പറഞ്ഞില്ലേ, ഈ വിഷയത്തോടെ അവൻ്റെ പേര് പോലും ഇല്ലാതാകുമെന്ന്. അവളുടെ പേര് പോലും ഇല്ലാതാകും, അവൻ്റെ അഡ്രസ്സ് പോലും ഇനി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഇനി അവൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. ഇനി അവനൊന്ന് എഴുന്നേൽക്കുന്നത് കാണണമെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ആമേ സ്തോത്രം, ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ആരാധനയും ആമേ സന്തോഷവും ഒക്കെ ആയിരുന്നു. ഇപ്പൊ എന്തായി? എല്ലാം തകിടം മറിഞ്ഞില്ലേ? ഇനി അവൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് വിധി എഴുതിയില്ലേ ദൈവത്തിന്റെ ആത്മാവ്? അതേ, താങ്കളെ നോക്കിയാ പറയുന്നത്. ആമേ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഇനിയും ആ പ്രതിസന്ധിയിൽ ഒതുങ്ങിപ്പോകുമെന്ന് പറഞ്ഞെടുത്ത് ആമേൻ ആ പ്രതിസന്ധിക്ക് ആമേ താങ്കളെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാകുന്ന വിഷയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അതേ, ആ പ്രതിസന്ധി താങ്കളെ പിടിച്ചു നിർത്തുന്നത് ഇനി അസാധ്യമാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കഴിയും? ആ പ്രതികൂലത്തിന് ഇനി താങ്കളെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. ആ പ്രതിസന്ധിക്ക് താങ്കളെ ഇനി പിടിച്ചു നിർത്താൻ കഴിയത്തില്ലെന്നേ. ആ പ്രതിസന്ധിയല്ലേ താങ്കളെ ഇതുവരെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരുന്നത്? ആ പ്രതികൂലമല്ലേ ഇതുവരെ ആമൻ എങ്ങും എത്തിക്കാതെ ആമൻ ഒരു കോണിൽ ഒതുക്കിക്കൊണ്ടിരുന്നത്? ആ പ്രതിസന്ധിയെ നോക്കി ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു, ഇനിയും നിനക്ക് എൻ്റെ കുഞ്ഞിനെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. അവനെ എഴുന്നേൽപ്പിക്കുന്ന, അവനെ ഉയർത്തുന്ന സുദിനം വെളിപ്പെടാൻ പോകുക. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട്
മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.